കൊച്ചി കാർ ബോർഡിലെ തൊഴിൽ പീഡനത്തിലെ പരാതിക്കാരി ജോളി മധു അന്തരിച്ചു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം. ഒരാഴ്ചയായി വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തുകയായിരുന്നു. ജോളിയുടെ മരണത്തിന് കാരണം കയർ ബോർഡിലെ തൊഴിൽ പീഡനമാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, ജോളി കൂടുതൽ തർക്കങ്ങൾക്ക് നിൽക്കാതെ യാത്രയായിരിക്കുകയാണ്. ഒരു തൊഴിൽ പീഡനത്തിന്റെ രക്തസാക്ഷിയായി മാറുകയാണോ ജോളി? കുടുംബം എന്താണ് പറയുന്നത്? സുജയ, വളരെ ദുഃഖകരമായ വാർത്തയാണ് ജോളിയുടെ അന്ത്യം സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാവിലെ ആണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടത്. അതായത് വളരെ ഗുരുതരമായ തൊഴിൽ പീഡനമാണ് കൊച്ചിയിലെ കയർ ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്നത് എന്നുള്ള വാർത്ത നമ്മൾ ഇന്ന് രാവിലെയാണ് പുറത്തുവിട്ടത്. ഇന്നലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ജോളിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. കഴിഞ്ഞ 6 മാസമായി വളരെ ക്രൂരമായ തൊഴിൽ പീഡനത്തിനാണ് ജോളി ഇരയായിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യമാണ് ജോളിയുടെ സഹോദരനടക്കമുള്ള കുടുംബം പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നിരന്തരമായി പീഡനത്തിന് വിധേയയാകുമ്പോൾ ഈ തൊഴിൽ പീഡനത്തിനെതിരെ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജ ഉൾപ്പെടെയുള്ള തൊഴിൽ മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. മന്ത്രി ജോർജ് കുര്യനെ സമീപിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. നിരന്തരമായി ഇത്തരം പരാതികൾ അയച്ചിട്ടും ഈ പരാതികളിലെല്ലാം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുന്നത് ഈ പീഡിപ്പിക്കുന്നത് ആരാണോ അവർക്ക് തന്നെയാണ് അന്വേഷണ ചുമതല. ഇത്തരത്തിൽ ഒരു നീതിയും ലഭിക്കാതെ കഴിഞ്ഞ 6 മാസമായി വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോവുകയായിരുന്നു ജോളി. അതിനിടയിലാണ് ഇവരുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട് സുജയ. ഇവർ ക്യാൻസർ അതിജീവിതയാണ്. ഇവരുടെ തുടർ ചികിത്സകൾ അമൃത ആശുപത്രിയിൽ നടന്നു വരികയാണ്. അതിന്റെ മെഡിക്കൽ പശ്ചാത്തലമെല്ലാം ഇവർ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് കയർ ബോർഡ് അധികൃതരെ. മാത്രമല്ല, ഇവരുടെ ഭർത്താവ് കഴിഞ്ഞ കോവിഡ് കാലത്ത് പെട്ടെന്ന് മരിച്ചു. 2 കുട്ടികൾ മാത്രമാണുള്ളത്. ഇവരുടെ മെഡിക്കൽ സാഹചര്യം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതൊന്നും ഇവർ അംഗീകരിക്കാത്തതിനെ തുടർന്ന് മെഡിക്കൽ ബോർഡിനെ കയർ ബോർഡ് തന്നെ നിയോഗിച്ചു. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘം കൊടുത്ത റിപ്പോർട്ടും ജോളിക്ക് അനുകൂലമായിരുന്നു. എന്നാൽ ആ റിപ്പോർട്ടും നിരാകരിച്ചുകൊണ്ട് ജോളിക്ക് ആന്ധ്രാപ്രദേശിലെ ഒരു ഉൾഗ്രാമത്തിലേക്ക് ഫീൽഡ് ഓഫീസറായി ട്രാൻസ്ഫർ നൽകുകയാണ് ചെയ്തത്. അങ്ങോട്ട് പോകാൻ സാഹചര്യമില്ലാത്തതിനാൽ ജോളി അവധിയിൽ പ്രവേശിച്ചു. കഴിഞ്ഞ 6 മാസമായി ജോളിക്ക് ശമ്പളം നൽകുന്നില്ല. ഇത്രയും ക്രൂരതയാണ് ഈ കയർ ബോർഡ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. സുജയ, ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ നേരത്തെ അന്ന സബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കയർ ബോർഡിനുള്ളിലെ ചില ജീവനക്കാർ നമ്മളെ ഇത്തരം പരാതിയുമായി നേരത്തെയും സമീപിച്ചിട്ടുള്ളതാണ്. എന്നാൽ അവർ ഇത്തരത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാൻ ധൈര്യം കാണിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ വാർത്ത നമുക്ക് മുൻപേ നൽകാൻ സാധിക്കാതിരുന്നത്. ഈ പറയുന്ന ജോളി മധു ഉൾപ്പെടെയുള്ളവർക്ക് നേരത്തെയും പരാതിയുണ്ടായിരുന്നു. ജോളി മധു നമ്മളെ സമീപിച്ചിട്ടില്ല എങ്കിലും മറ്റു പല ഉദ്യോഗസ്ഥരും ഇവരെ വളരെ വലിയ കൊടിയ തൊഴിൽ പീഡനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള 2 ഉന്നത ഉദ്യോഗസ്ഥർ, അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന മറ്റു 2 ഉദ്യോഗസ്ഥർ, ഈ 4 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വലിയ ഗുരുതരമായ പരാതി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് രാവിലെ തന്നെ കയർ ബോർഡിന്റെ ആസ്ഥാന മന്ദിരത്തിലെത്തി. അവിടെ 4 ഉദ്യോഗസ്ഥരിൽ 3 പേരും ഡൽഹിയിലാണ്. 4ാമത്തെ ഉദ്യോഗസ്ഥൻ അഡ്മിനിസ്ട്രേഷന്റെ ചുമതല വഹിക്കുന്ന എബ്രാഹിം സിയെ, അദ്ദേഹത്തെ നമ്മൾ കാണാൻ ശ്രമിച്ചു. ഏതാണ്ട് 1 മണിക്കൂറോളമായി ഞാൻ കയർ ബോർഡിന്റെ താഴത്ത് വെയിറ്റ് ചെയ്യണം. അദ്ദേഹം ഇപ്പോൾ മരണ വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ജോളിയുടെ മരണം തലയിലെ രക്തസ്രാവത്തെ തുടർന്നാണ്.